കണ്ണന്റെ സംഗീതമല്ലേ, കാർവർണ്ണന്റെ സർവസ്വമല്ലേ. ഭക്തിയാം സിന്ധുവിൽ നീന്തി തുടിക്കുവാൻ ശക്തി പകരുന്നു കണ്ണൻ, ആ ശക്തി പകരുന്നു കണ്ണൻ. കണ്ണന്റെ സംഗീതമല്ലേ, കാർവർണ്ണന്റെ സർവസ്വമല്ലേ. കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ, കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. കീർത്തനം ചൊല്ലിടും ആർത്തനാം ഭക്തന്റെ കീർത്തനം നിറയുന്നു കണ്ണൻ, കണ്ണുനീർത്തണം തുടയ്ക്കുന്നു കണ്ണൻ. കണ്ണന്റെ സംഗീതമല്ലേ, കാർവർണ്ണന്റെ സർവസ്വമല്ലേ. കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ, കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. ഓർക്കുവാൻ നമ്മൾ മറന്നു പോയിടിലും ഓടിയണയുന്നു കണ്ണൻ. ഓർക്കുവാൻ നമ്മൾ മറന്നു പോയിടിലും ഓടിയണയുന്നു കണ്ണൻ. എന്നോ മോടക്കുഴലൂതും കള്ളൻ, കണ്ണുനീർത്തനം തുടയ്ക്കുന്ന കണ്ണൻ. കണ്ണന്റെ കരിമുഖി വർണ്ണന്റെ, കായാമ്പു വർണ്ണന്റെ സംഗീതമല്ലേ, കാർവർണ്ണന്റെ സർവസ്വമല്ലേ. കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ, കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ, ഹരി ഹരി കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. രാധതൻ പ്രേമവും ചെടിവ ക്രോധവും ഒന്നെന്നറിയുന്നു കണ്ണൻ, എല്ലാം ഒരുപോലെ കാണുന്നു കണ്ണൻ. എന്നോ മോടക്കുഴലൂതും കള്ളൻ, എന്നോ മോടിയണയുന്നു കണ്ണൻ. കണ്ണുനീർത്തണം തുടയ്ക്കുന്നു കണ്ണൻ. കണ്ണന്റെ കരിമുഖി വർണ്ണന്റെ, കായാമ്പു വർണ്ണന്റെ, മഴമുഖി വർണ്ണന്റെ സംഗീതമല്ലേ, കാർവർണ്ണന്റെ സർവസ്വമല്ലേ. കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ, കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ, കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. പടവരയ്ക്കുള്ളിൽ പിറന്നോരു പരമാർത്ഥ തത്വമാണെന്നുമെൻ കണ്ണൻ, നിത്യസത്യമാണെന്നുമെൻ കണ്ണൻ. എല്ലാം ഒരുപോലെ കാണുന്നു കണ്ണൻ, എന്നോ മോടക്കുഴലൂതു കണ്ണൻ, എന്നോ മോടിയണയുന്നു കണ്ണൻ. കണ്ണുനീർത്തണം തുടയ്ക്കുന്നു കണ്ണൻ, നിത്യസത്യമാണെന്നുമെൻ കണ്ണൻ. കണ്ണന്റെ കരിമുഖി വർണ്ണന്റെ, കായാമ്പു വർണ്ണന്റെ, മഴമുഖി വർണ്ണന്റെ, ശ്യാമ വർണ്ണന്റെ, എന്റെ കണ്ണന്റെ സംഗീതമല്ലേ, കാർവർണ്ണന്റെ സർവസ്വമല്ലേ. കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ, കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ, കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. എല്ലാവരും കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ, കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. വീണയിൽ നാരദ മാമുനി പാടുന്ന വാണിയാണെന്നുമെൻ കണ്ണൻ, വീണയിൽ നാരദ മാമുനി പാടുന്ന വാണിയാണെന്നുമെൻ കണ്ണൻ. ശുദ്ധ വേണു വിശാരദൻ കണ്ണൻ, സത്യമാണെന്നുമെൻ കണ്ണൻ. എല്ലാം ഒരുപോലെ കാണുന്നു കണ്ണൻ, എന്നോ മോടക്കുഴലൂതു കണ്ണൻ, എന്നോ മോടിയണയുന്നു കണ്ണൻ. കണ്ണുനീർത്തണം തുടയ്ക്കുന്നു കണ്ണൻ. കണ്ണന്റെ കരിമുഖി വർണ്ണന്റെ, കായാമ്പു വർണ്ണന്റെ, മഴമുഖി വർണ്ണന്റെ, ശ്യാമ വർണ്ണന്റെ, ഉണ്ണി കണ്ണന്റെ സർവസ്വമല്ലേ, കാർവർണ്ണന്റെ സംഗീതമല്ലേ.
ഹരേ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ കണ്ണനന്റെ സംഗീതമല്ലേ കാർവർണ്ണനന്റെ സർവസ്വമല്ലേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേശ്യാം രാധേശ്യാം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാദമഹം വന്ദേ പരമാനന്ദ മാധവം. ബലിയെ അനുഗ്രഹിച്ച ഭഗവാന്റെ അത്യത്ഭുതകരമായ ലീലയാണ് വാമനാവതാരത്തിലൂടെ അനാവരണം ചെയ്യുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് ബലിയെ നമ്മൾ മഹാബലിയാക്കി ഭഗവാന്റെ അവതാര സ്വരൂപമായ വാമനമൂർത്തിയെ മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയ ചതിയനായ വാമനനാക്കി മാറ്റി അരോഗദൃഢഗാത്രനായി ലോകം മുഴുവൻ കീഴടക്കിയ ഭക്തോത്തമനായ പ്രഹ്ലാദന്റെ പൗത്രനെ നമ്മൾ കേവലം ഒരു കോമാളി വേഷം കെട്ടിച്ചു കൊണ്ടു നടക്കുന്നു. വലിയ കൊമ്പം മീശയും കൊടവയൊക്കെ ആയിട്ട് മാവേലിയെ നമ്മൾ അത്ര കണ്ട് ഇകഴ്ത്തി കാണിച്ചു എന്നാണ്. മാവേലിയെ ഇകഴ്ത്തി, മാവേലിയെ പുകഴ്ത്തി, വാമനനെയും ഇകഴ്ത്തി. സത്യത്തിൽ എന്താണ് ഭാഗവതത്തിൽ വാമന ചരിത്രം പറയുന്നത് എന്നറിയാതെ ആ വാമന ചരിത്രത്തെ അധികരിച്ചും കൊണ്ട് ആരൊക്കെയോ എഴുതിയ നാടൻ പാട്ടുകളുടെ പിന്നാലെ പോയപ്പോ പ്രമാണമില്ലാത്ത നമുക്ക് വലിയ അപകടങ്ങൾ സംഭവിച്ചു. ആലോചിച്ചു നോക്കുക, ബലിയും ഭഗവാനും വേറെ വേറെയല്ല, ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഏറ്റവും ഉദാത്തമായ ഒരു ബന്ധത്തെ അനാവരണം ചെയ്യുന്ന ലീലയാണ് വാമനാവതാരം എന്നുള്ളത്. സ്വർഗം നഷ്ടപ്പെട്ട ദേവേന്ദ്രന് സ്വർഗം തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലം എന്ന ലോകത്തെ ബലിക്ക് നൽകി ഭക്തോത്തമനായിരിക്കുന്ന ബലിക്ക് ഭക്തവത്സലനും ഭക്തബന്ധുവും ഭക്തഭക്തിമാനുമായിരിക്കുന്ന ഭഗവാൻ ബലിയുടെ കാവൽക്കാരനായി നിന്നു എന്നുള്ളതൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം വിസ്മരിച്ചു. അത് അജ്ഞതയാവാം ഒരു പക്ഷേ, അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള ചില ആളുകളുടെ നമ്മൾ പറയാറില്ലേ അധിനിവേശങ്ങളാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മള് കേവലം ഒരു കഥ കേട്ട് അങ്ങോട്ട് തള്ളുന്നത് പോലെ പോരാ. ഓരോ തിരുവോണം വരുമ്പോഴും അത് വാമന ജയന്തിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അത് ആഘോഷിക്കണം. വാമന ജയന്തിയാണ്. അതേപോലെ തന്നെ ബലിയുടെ മഹത്തായ ബലിയുടെ സ്മരണ ഉണർത്തുന്ന ദിവസം കൂടിയാണ് അത് എന്ന് തിരിച്ചറിയും. എന്തുകൊണ്ടാണ്? വാമനമൂർത്തി അവതരിച്ച ശ്രോണായാം ശ്രവണദ്വാദശ്യാം. പരീക്ഷത്തിന് ശ്രീശുബ്രഹ്മർഷി ഈ കഥ 9 അധ്യായങ്ങളിലൂടെയാണ് പറഞ്ഞു കൊടുത്തത്. ഈ 9 ഭാഗവതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ബലിയുടെ കഥയാവുമ്പോൾ ബലിയുടെ അച്ഛൻ വിരോചനന്റെയും അച്ഛനാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനാണ് ലോകത്തിന് 9 മഹാത്മ്യം കാണിച്ചു കൊടുത്തത്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ രൂപത്തിൽ. അപ്പൊ അത് 9 അധ്യായങ്ങളിലൂടെ വളരെ വിസ്തരിച്ചു പറഞ്ഞു. അതിഥി കശ്യപന്മാരുടെ പുത്രനായി ഭഗവാൻ വാമനനായി അവതരിച്ച രംഗം എന്നാണ് ആ അവതാരം ഉണ്ടായത്. ശ്രോണായാം ശ്രവണ ദ്വാദശ്യാം. ശ്രോണം എന്ന് പറഞ്ഞാൽ ശ്രീയുള്ള ഓണം, ശ്രോണം. തിരുവോണം എന്ന് പറഞ്ഞാലും അത് തന്നെ. നമ്മുടെ രീതിയിലല്ല, പൊതുവിൽ ആ തമിഴ് സംസ്കാരത്തിലാണ് തിരു ശബ്ദം ചേർത്ത് പറയാറുള്ളത്. എങ്കിലും നമ്മൾ പറയാറുണ്ട് അല്ലേ, തിരുമനസ്, തിരുമേനി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതേപോലെ തിരുവോണം ഈ ശ്രീയുള്ള ഓണം ആണ് ശ്രോണം ആയത്.
ശ്രോണമാണ് തിരുവോണമായത്. തിരുവോണം, തിരുവാതിര, അല്ലെ, തൃക്കാർത്തിക, ഭഗവതിയുടെ തൃക്കാർത്തികത വരികയാണ്. അപ്പൊ ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ ഒരു പ്രാധാന്യം, അതിന് പരമപവിത്രമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് തിരു ആതിര, തിരു ഓണം, തിരു കാർത്തിക, അത് തിരുവോണമായും തൃക്കാർത്തികയായും തിരുവാതിരയായും ഒക്കെ മാറി എന്ന് ചുരുക്കം. അപ്പോ വാമന ജയന്തിയാണ് നമ്മൾ തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത്. ആ വാമനമൂർത്തിയുടെ സ്വരൂപം എങ്ങനെയാണ് നമ്മൾ കണ്ടത്? തൃക്കാക്കരയപ്പനായിട്ട് കണ്ടു. തൃക്കാൽക്കര, തൃക്കാക്കര നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലം. അവിടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്തിന്റെ തലസ്ഥാനം തൃക്കാക്കരയായിരുന്നുവെന്നും തൃക്കാക്കരയിലെ വാമനമൂർത്തി, തൃക്കാക്കര എന്ന് പേര് വന്നത് ഭഗവാന്റെ തൃക്കാലടികൾ, അതിനെ ഓർമ്മിച്ചുകൊണ്ട് വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണത്. അപ്പൊ ആ തൃക്കാക്കരയിൽ അത്തം മുതൽ തിരുവോണം വരെ ഭഗവാന്റെ ഉത്സവം കൊണ്ടാടി. അന്നത്തെ രാജാക്കന്മാരെ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചു. അവിടെ ആഘോഷപൂർവം ഈ തിരുവോണവും അതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ആഘോഷം നടത്തി. പതിയെ പതിയെ എല്ലാവർക്കും അവിടേക്ക് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടായപ്പോ ഒരു പക്ഷേ അങ്ങനെ ആവാം, നമ്മുടെ ഗൃഹങ്ങളിൽ തന്നെ ആ വാമനമൂർത്തിയുടെ പിറന്നാള് ജയന്തി ആഘോഷിക്കാൻ തുടങ്ങി. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ പൂക്കളുമിട്ടും ആഘോഷിച്ചും ഒരു കാലത്ത് ആ കൃഷിയുടെ, ഇപ്പൊ കൃഷി തന്നെ ഇല്ലാതെയായി അല്ലേ, കൃഷിയുടെ ആ പുണ്യോത്സവമായിട്ട്, അതിന്റെ നവവത്സരമായിട്ട് ചിങ്ങമാസത്തെ കണ്ടുകൊണ്ട് പഞ്ഞക്കർക്കിടകത്തിൽ നിന്നും പൊന്നും ചിങ്ങമാസത്തിലേക്ക്, ആ പഞ്ഞക്കർക്കിടകത്തെയും നമ്മൾ രാമായണ മാസമാക്കി മാറ്റി അതിനും പുണ്യം പകർന്നു അല്ലേ. അത് വലിയൊരു ഭാഗ്യമാണ്. പണ്ട് കള്ളക്കർക്കിടകം എന്നാണ് പറയാറുള്ളത്. ഇന്നിപ്പോ കർക്കിടക മാസം അങ്ങനെയല്ല. എല്ലായിടത്തും ഭഗവാന്റെ അപദാനങ്ങൾ പല രീതിയിൽ പാടിക്കൊണ്ടിരിക്കുന്നു. ഗണപതി ഹവനങ്ങൾ നടക്കുന്നു, രാമായണ ആചരണങ്ങൾ നടക്കുന്നു, രാമായണം വായിക്കുന്നു, അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, സംഭാഷണങ്ങൾ നടക്കുന്നു, പ്രഭാഷണങ്ങൾ നടക്കുന്നു, രാമായണ പ്രശ്നോത്തരികൾ നടക്കുന്നു. അങ്ങനെ ഒരു സമയത്തെ നമുക്ക് എങ്ങനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കൂടി കാണിക്കുകയാണ്. അത് പല രൂപത്തിൽ ഭാഗവതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കലിയുഗത്തെ കുറിച്ച്, കലിയുഗം വളരെ മോശമായിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പൂന്താനത്തിന്റെ കാലം മുതൽക്കൊക്കെ തന്നെ, അതിനു മുമ്പുള്ള ആളുകളുടെ കാര്യം നമുക്കറിയില്ല, പൂന്താനം പോലും പറഞ്ഞു കലിക്കും നമസ്കാരം, യുഗം 4ലും നല്ലു കലിയുഗം എന്ന് പറഞ്ഞു. നമ്മളൊക്കെ കലിയുഗത്തിന് മോശമായിട്ട് ചിത്രീകരിക്കാനാണ് പതിവ്. പക്ഷേ കലിയുഗത്തിലും നന്മയുണ്ടതാണ്. എല്ലാത്തിലും നന്മയെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം എന്നാണ് ഇതിന്നൊക്കെ പഠിക്കേണ്ടത്. എല്ലാം നന്മയാണ്. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു സംസ്കാരവും നമുക്കുണ്ടായിരുന്നു. നല്ല വെയില്, നല്ല മഴ, കാലത്ത് നല്ല മഞ്ഞ്, അതൊക്കെ ഒരു പരിധി വരെ ചിലപ്പോൾ നമുക്ക് നല്ലത് എന്ന് പറയാം. പക്ഷേ എന്തു പറ്റി? കാലിന് എന്ത് പറ്റി? കാലിന് നല്ല വേദന. വേദനയും നമ്മൾ നല്ലതാക്കി. നല്ല ജലദോഷം, നല്ല തൊണ്ടവേദന, നല്ല മുട്ടുവേദന, നല്ല പനി, എല്ലാം നല്ലതായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇതൊന്നും നല്ലതല്ല എന്ന് നമുക്കറിയാമെങ്കിലും ഉപബോധ മനസ്സിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത വെച്ചു. അതുകൊണ്ട് എന്തായി? എല്ലാം നല്ലതായിട്ട് നമുക്ക് അതിനെയൊക്കെ കാണാൻ സാധിച്ചു. പതിയെ പതിയെ നമ്മൾ എന്തായി? ഒന്നും പറയണ്ട, ഒടുക്കത്തെ മഴ, നശിച്ച വെയില് എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ആ പ്രകൃതീശ്വരിയെ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തി തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് തിരിച്ച് അതേപോലെ കിട്ടാൻ തുടങ്ങി അല്ലേ. നമ്മളെ നശിപ്പിക്കുന്ന തരത്തിലായി മഴ അല്ലേ. ഒടുക്കം അവസാനത്തിലേക്ക് എത്തിക്കുന്ന വെയിലാണ്, വല്ലാത്ത ചൂട്. ഇങ്ങനെ നന്മയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഓണത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർക്കിടക മാസത്തെ നമ്മൾ രാമായണ മാസമാക്കി മാറ്റി. അപ്പൊ ഈ ഓണക്കാലം തൃക്കാക്കരപ്പന്റെ രൂപം തന്നെ നോക്കൂ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഏതൊരാൾക്കും ഉണ്ടാക്കാം തൃക്കാക്കരപ്പനെ. എന്നാലും നമ്മളിപ്പോ അതുപോലും വഴിയായിട്ട് നമ്മൾ കാശ് കൊടുത്തു വാങ്ങണം, എന്തെങ്കിലും ആവട്ടെ, എന്നാലും കുഴപ്പമില്ല, ആർക്കെങ്കിലും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കൂ, നമുക്കൊരു ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ധന്വന്തരി മൂർത്തിയുടെ വിഗ്രഹമുണ്ട്, അതേപോലെ തിരുപ്പതി ബാലാജിയുടെ വിഗ്രഹമുണ്ട്, ഇങ്ങനെ പലതും ഇവിടെ വെച്ചിട്ടുണ്ട്.
അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല കലാബോധമുള്ള ആളുകൾക്ക് സാധിക്കും. എല്ലാവർക്കും ഭഗവത് സ്വരൂപത്തെ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മറ്റൊരു രൂപമില്ല. ഒരർത്ഥത്തിൽ ഭഗവാന് രൂപമില്ല, അല്ലെങ്കിൽ എല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മണ്ണുകൊണ്ടുണ്ടാക്കി വെച്ചാലും അത് ഭഗവാനായി കണ്ടുകൊണ്ട് ആ ഭഗവാന് പൂജകൾ സമർപ്പിച്ച് വൈഷ്ണവ ആചാര വിധി അനുസരിച്ച് പൂജിക്കുകയാണ്. അപ്പൊ അവിടെ ബലിയല്ല പൂജിക്കണത് എന്നുള്ള ഉറപ്പല്ലേ, മറിച്ച് ആരെയാണ്? വാമനമൂർത്തിയാണ്. അപ്പൊ വാമനമൂർത്തിയെ പൂജിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാ? അതാണ് ബലി. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞു വെച്ചു? ഈ മാവേലിയെ ചവിട്ടി താഴ്ത്തിയവനാണ് ഈ വാമനൻ എന്ന് പറഞ്ഞു. ഭാഗവതം വായിച്ചിട്ടില്ല. ഭാഗവതത്തിൽ ഈ 9 അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായം പോലും വായിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഭാഗവതത്തിന്റെ സാരമായി പട്ടേരിപ്പാട് നാരായണീയം എഴുതിയപ്പോ അവിടെ മഹാബലി ദർപ്പശമനം അല്ലെങ്കിൽ വാമനാവതാരം എന്നും മഹാബലി ദർപ്പശമനം എന്നും 2 ദശകങ്ങളിലൂടെ പാടിയതും നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾ ആരൊക്കെയോ പറഞ്ഞത് എന്തൊക്കെയോ കേട്ട് അതാണ് സത്യം എന്ന് വിചാരിച്ചു. ഭഗവാൻ തന്റെ തൃക്കാലൊന്ന് സ്പർശിച്ചു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ചവിട്ടി എന്ന് പോലും ഭാഗവതം പറയുന്നില്ല. ഭഗവാന്റെ തൃക്കാൽ തന്റെ ശിരസിൽ വെക്കാൻ ആരാവശ്യപ്പെടുന്നത്? ഭഗവാൻ ചവിട്ടി താഴ്ത്തുവൊന്നുമല്ല, മറിച്ച് ഭഗവാൻ ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഭഗവാനും വലിയ വിഷമായി. കാരണം എന്താ? ഇത് ലോകത്തെ 14 ലോകങ്ങളെയും തന്റെ കാൽക്കീഴിൽ ഈരടിയായി അളന്നു കഴിഞ്ഞ ഭഗവാന് തോന്നി ഇനി എങ്ങനെയാണ് മഹാബലിയുടെ സത്യത്തെ സത്യമാക്കി നിലനിർത്താൻ സാധിക്കുക? ബലിയോട് തന്നെ ചോദിക്കാം. ബലിയിലൂടെ ലോകം അറിയട്ടെ എന്താണ് ബലിയുടെ തലം എന്നുള്ളത്. സുതലമാണ് ബലിയുടെ തലം, ബലിയുടെ ഒരു നില എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ അതിഥിയുടെ പ്രാർത്ഥനയനുസരിച്ച് കശ്യപ വീര്യത്തിൽ അവിടെ അവതരിക്കുകയാണ്. അവതാരത്തിന് മുമ്പ് ബ്രഹ്മാവ് ഒന്ന് ഗംഭീരമായിട്ട് സ്തുതിക്കണമൊക്കെ ഉണ്ട്. ബ്രഹ്മാവിന് ഇപ്പൊ അങ്ങനെയാണ്. നരസിംഹാവതാരം കഴിഞ്ഞതിന് ശേഷം ആദ്യം സ്തുതിന്നാണ്. അവതാരം കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുഴപ്പമില്ലെങ്കിൽ വീണ്ടും സ്തുതിക്കാമെന്ന്. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നരസിംഹാവതാരത്തിൽ കരാളദൃഷ്ടം കരവാളചഞ്ചലക്ഷുരാന്തജിഹ്വം ഭൃഗുണീ മുഖൽബണം സ്തബ്ധോദ്ധകർണം ഗിരികന്ധരാഭുതവ്യാപ്താസ്യവാസം ഹനുഭേദഭീഷണം. അവിടുന്ന് അട്ടഹസിച്ച് അങ്ങനെ നിൽക്കണം കണ്ടപ്പോൾ പേടിച്ചു വിറച്ചു. ഒരൊറ്റ ശ്ലോകം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. കുറച്ച് സ്തുതിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ശ്ലോകം കഴിഞ്ഞപ്പോഴേക്കും ഒരു അലർച്ച. പിന്നെ അവിടുന്ന് ഓടിപ്പോണ്ടി വന്നു. എന്തിന്? തനിക്കും മഹാദേവനും ദേവേന്ദ്രനും മാത്രമേ ഒറ്റയ്ക്ക് പോയി അവിടെ പോയി സ്തുതിക്കാൻ പോലും പറ്റിയുള്ളൂ, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടായുള്ളൂ. എന്നാൽ ഇപ്പോ ആദ്യം വന്ന് സ്തുതിക്കുക. ഇങ്ങനെയാണ്. ഇനി കൃഷ്ണാവതാരത്തിന് മുന്നോടിയായിട്ട് ബ്രഹ്മാവ് ഒന്ന് സ്തുതിക്കുന്നത് കാണാം. ആ സ്തുതി കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാം. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യമേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. 9 സത്യം അവിടെ പറയുന്നുണ്ട്. ഭഗവാന്റെ നരസിംഹാവതാരത്തിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ നരസിംഹാവതാരം കഴിയുമ്പോൾ സ്തുതിക്കാൻ വേണ്ടി കയ്യിൽ വെച്ചാൽ തോന്നുന്നുണ്ട്, പക്ഷെ പറ്റിയില്ല. അവിടെ 9 പ്രത്യേകത ഉണ്ടല്ലോ. ശ്രവണം അതിനൊരു സത്യം, കീർത്തനം വേറൊരു സത്യം. അങ്ങനെയൊക്കെയാണ് ഗംഭീരമായിട്ട് എഴുതി കൊണ്ടുവന്നത്. വലിയ ആദി കവിയാണ്, പക്ഷെ കാര്യം ഉണ്ടായില്ല. അവിടുന്ന് ഓടിപ്പിച്ചു വിട്ടു. അപ്പൊ ഇവിടെ വാമനമൂർത്തിയായിട്ട് അവതരിക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ അവിടെ വന്ന് സ്തുതിച്ചു. ഈ അതിഥി കശ്യപന്മാരാണ് മുമ്പ് പൃഷ്ണിയും സുതപസ്സുമായത്. അവരുടെ പുത്രനായി ഭഗവാൻ പൃഷ്ണിഗർഭനായിട്ട് അവതരിച്ച കാര്യമൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള സ്തുതി കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഭഗവാൻ ആ പൊന്നിൻ ചിങ്ങമാസത്തിൽ ശ്രവണമാസത്തിൽ ഓണത്തിന് ഭഗവാന്റെ അവതാരം ഉണ്ടായി. വിജയദ്വാദശി എന്നുള്ള പുണ്യം നിറഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായി. അങ്ങനെ ഭഗവാൻ ശംഖചക്ര ഗദാപത്മങ്ങളെ കൊണ്ടൊക്കെ അവതരിച്ചു. അത് കഴിഞ്ഞ് യഥാ നട, ഒരു നടൻ എന്നതുപോലെ ഭഗവാൻ വേഗത്തിൽ അവിടുന്ന് വേഷം മാറുകയും ചെയ്തു. എന്തിനാ? ഇനി ബലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് യാചിക്കണം. ബലിയുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ ആ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ തീർച്ചപ്പെടുത്തിയേക്കാണ്. അതുകൊണ്ട് ഭഗവാൻ അവിടുന്ന് ഒരു പെട്ടെന്ന് ഒന്ന് വേഷം മാറി. വേഷം മാറിയപ്പോൾ ഒരു 4-5 വയസ്സ് പ്രായം തോന്നുന്ന ഒരു ഉണ്ണി
തം വടും വാമനം ദൃഷ്ട്വാ. അതിസുന്ദരനായ ആ ഉയരം കുറഞ്ഞ ഉണ്ണിയെ കണ്ടപ്പോ മഹർഷിമാർക്കൊക്കെ വലിയ സന്തോഷമായി. അവരെ കശ്യപ പ്രജാപതിയെ മുൻനിർത്തി ഉണ്ണിയുടെ ഉപനയനാദി കർമ്മങ്ങളൊക്കെ നടത്തി. ഉപനയനത്തിന് ഗായത്രി മന്ത്രം ഉപദേശിച്ചത് സാക്ഷാൽ സൂര്യഭഗവാൻ. സാവിത്രിം സവിതാ ബ്രവി. ബൃഹസ്പതി, ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി ഊണൂല് കൊടുത്തു, കശ്യപൻ മേഖല കൊടുത്തു, കൃഷ്ണാജിനം ഭൂമി കൊടുത്തു, ദണ്ഡു കൊടുത്തത് സോമനാണ്, കൗപീനം കൊടുത്തത് സാക്ഷാൽ അമ്മയാണ്, ആകാശം കുട കൊടുത്തു, കമണ്ഡലു ബ്രഹ്മാവ് കൊടുത്തു, സപ്തർഷികളെ കുശപ്പുല്ല് കൊടുത്തു, അക്ഷമാല സരസ്വതി കൊടുത്തു, യക്ഷന്മാരുടെ അധിപനായിരിക്കുന്ന സാക്ഷാൽ കുബേരൻ യക്ഷരാൾ പാത്രികാമതാൽ പാത്രം ഭിക്ഷാപാത്രം കൊടുത്തു. ഭിക്ഷ കൊടുത്തത് സാക്ഷാൽ ഉമയാണ്, ആ പാർവതീദേവിയാണ് ഭിക്ഷ കൊടുത്തത്. അങ്ങനെ ഇതൊക്കെ ആയിട്ട് കൃഷ്ണാജിനം മേഖല ഇതൊക്കെ ധരിച്ചും കൊണ്ട് കൗബീനൊക്കെ കൊടുത്ത് കുട പിടിച്ച് വടി പിടിച്ച് ഭഗവാൻ മെല്ലെ യാത്ര ചെയ്യും. അങ്ങനെ ബലി വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. തേജസ് കണ്ടപ്പോൾ വിചാരിച്ചത് അഗ്നിയാണോ അതോ സാക്ഷാൽ സൂര്യൻ തന്നെ വരികയാണോ എന്നൊക്കെ അവർക്ക് സംശയം തോന്നി എന്നാണ്. ഏതായാലും ഭഗവാന്റെ പാദം കഴുകിക്കാനുള്ള വലിയൊരു ഭാഗ്യം ബലിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി എങ്കിലും കുറച്ചൊരു അഹങ്കാരം ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൂടി ഭഗവാൻ ഇല്ലാതെയാക്കാൻ വേണ്ടി ബലിയുടെ കഥയും ബലിയുടെ അച്ഛനായ വിരോചനന്റെ കഥയും മുത്തച്ഛനായ പ്രഹ്ലാദന്റെ കഥയും മുതുമുത്തച്ഛനായ ഹിരണ്യകശിപുവിന്റെ കഥയൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ മഹാശ്രേഷ്ഠന്മാരാണ്. അങ്ങനെ നമ്മളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെ അഹങ്കാരം നമുക്ക് ഉണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ. അതാണ്. ഒക്കെ നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഞാൻ മഹാകേമനാണ് എന്ന് തോന്നും. ബലിക്കും കുറേശ്ശെ അങ്ങനെ തോന്നാൻ വേണ്ടി ഭഗവാന്റെ വാക്കുകൾ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞു. ഹിരണ്യകശിപു വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ അവിടെ വെച്ച് ഹിരണ്യകശിപുവിന്റെ നാസാദ്വാരത്തിലൂടെ വിഷ്ണു അകത്തേക്ക് കയറി എന്ന് ഈ ഉണ്ണി പറഞ്ഞപ്പോ ബലിക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും ബലിയുടെ ഗുരുനാഥനായ ശുക്രാചാര്യന്റെ കാര്യം മനസ്സിലായി. ഈ വന്നിരിക്കുന്ന ആള് സാക്ഷാൽ വിഷ്ണുവാണ്. കാരണം ഹിരണ്യകശിപു പറഞ്ഞിട്ടില്ല ആ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾ കയറിപ്പോയ കഥ. അപ്പൊ ഇത് അറിയണമെങ്കിൽ ആർക്കേ അറിയുള്ളൂ? ഈ കയറിപ്പോയ ആൾക്കേ അറിയുള്ളൂ. ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ ബ്രഹ്മാവിന്റെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നു. ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ ഹിരണ്യകശിപുവിന്റെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അകത്തേക്ക് കയറുകയും ചെയ്തു. ഇങ്ങനെയാണ് ഭഗവാന്റെ നരസിംഹാവതാരം. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ബലി ചോദിച്ചു, എന്താണ് അങ്ങക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പദാണി ത്രീണി ദൈത്യേന്ദ്ര. എന്റെ കാലുകൊണ്ട് അളന്നെടുക്കുന്ന 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞപ്പോ ബലി ചിരിച്ചു. ഇങ്ങനെ ബാലിശമായിട്ട് സംസാരിക്കരുത്. ജീവിക്കാനുള്ളതെങ്കിലും വാങ്ങൂ. കാരണം എൻ്റെ അടുത്ത് വന്ന ഒരാൾ ചോദിച്ചിട്ട് അയാൾ മറ്റൊരാളുടെ അടുത്ത് പോയി ചോദിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ വൈരോചനായിരിക്കുന്ന എനിക്ക് അത് വലിയ മോശമായിട്ട് തീരും. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ. അതിൽ തന്നെ വലിയൊരു അഹങ്കാരമുണ്ട്. നമ്മൾ ഭഗവാന് ചിലപ്പോൾ വഴിപാടൊക്കെ നേരുമ്പോൾ തന്നെ നമ്മൾ വലിയ അഹങ്കാരത്തിൽ പറയും, ഞാൻ ഇന്നത് അങ്ങേക്ക് തരാം. ഈ കൊടുക്കുന്നത് ആര് തന്നിട്ടാ? ഭഗവാൻ തന്നിട്ടാണെന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. ഇതേപോലെ ബലിയുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ പറഞ്ഞു, കിട്ടുന്നത് കൊണ്ട് സന്തോഷിച്ചാൽ ബ്രാഹ്മണന്റെ തേജസ് വർദ്ധിക്കും. അതുകൊണ്ട് യദൃച്ഛയോപപന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം. കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും സുഖമായിട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് അത് മാത്രമേ വേണ്ടൂ. എന്നാ ശരിയെന്നും പറഞ്ഞ് ബലി കൊടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ശുക്രാചാര്യ പറഞ്ഞത്, ഇത് വിഷ്ണുവാണ്, നിന്റെ ഐശ്വര്യം മുഴുവൻ അപഹരിക്കും. ദാനം ചെയ്യുന്നത് ധർമായ യശസേ അർദ്ധായ കാമായ സ്വജനായ ച. അങ്ങനെ വേണം. നമുക്കുള്ള ധനത്തെ 5 തിരിച്ചിട്ട് അത് ധർമാനുസാരിയായ പ്രവൃത്തികൾക്ക്, യശസ് വർദ്ധിപ്പിക്കാൻ, ധനം ഉണ്ടാവാൻ, ആഗ്രഹ പൂർത്തീകരണത്തിന്, പിന്നെ ബന്ധുക്കൾക്ക് ഇവർക്കൊക്കെ ആയിട്ട് വീതിക്കണം. അല്ലാതെ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, എല്ലാം നിന്റെ അപഹരിക്കും. എന്നിട്ട് പറഞ്ഞു, സത്യം പുഷ്പഫലം വിദ്യാത് ആത്മവൃക്ഷസ്യ ഗീയതേ. ആത്മവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നതാണ് സത്യം.
ഈ ഫലം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വേരുണ്ടാവണം, അല്ലേ? വേരാണ് നുണ എന്ന് പറയുന്നത്. അപ്പൊ കുറേശ്ശെ നുണ പറഞ്ഞില്ലെങ്കിൽ ഈ ആത്മവൃക്ഷം വേണ്ട പോലെ വളരില്ല. അതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോ ബലി പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുക, സത്യത്തെ ഉപേക്ഷിക്കുക. വിരോചനപുത്രനായ പ്രഹ്ലാദന്റെ പൗത്രനായ ഞാൻ അങ്ങനെ ചെയ്താൽ ഇതിൽ പരം ഭൂമിദേവി പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനെയും ഞാൻ സഹിക്കും അസത്യവാദികളെ ഒഴിച്ച്. എന്റെ ഈ ഐശ്വര്യം മുഴുവൻ ഭഗവാൻ തന്നതാണ്. ആ ഐശ്വര്യം മുഴുവൻ ഭഗവാൻ തിരിച്ചെടുക്കുന്നുവെങ്കിൽ അത് ഭഗവാൻ എടുക്കാലോ, ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. അത് കൊടുക്കാതിരുന്നാൽ ഭഗവാൻ എടുക്കാമെന്നിരിക്കെ, കൊടുക്കാതിരുന്നാൽ ഞാൻ അസത്യവാദിയാകുമെന്നിരിക്കെ, ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് യാഗശാലയിൽ വന്ന് യാചിക്കുന്നുവെങ്കിൽ ഇതിൽ പരം ഭാഗ്യം വേറെന്താവുന്നത് ഗുരുനാഥ? അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോ ഉള്ളിൽ ശുക്രാചാര്യന് സന്തോഷമായി. എങ്കിലും പുറത്തേക്ക് പറഞ്ഞു, നിന്റെ ഐശ്വര്യം മുഴുവൻ നശിക്കട്ടെ. ഐശ്വര്യവും അഹങ്കാരവും നശിക്കുമ്പോഴേ ആത്മബോധം ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ ബലി ഭഗവാന്റെ കാല് കഴുകിച്ചു രണ്ടാമതൊരിക്കൽ കൂടി. എന്നിട്ട് ആ 3 അടി മണ്ണ് ഉദകപൂർവമായി ആദ്യം ജലം കൊടുത്തുകൊണ്ട് ഓം തത്സൽ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. ഭഗവാൻ അങ്ങോട്ട് സ്വീകരിച്ചു. ഭഗവാൻ അങ്ങോട്ട് വളർന്നു വലുതായി. 14 ലോകങ്ങളും തദ്വാമനം രൂപം അവർദ്ധതാത്ഭുതം വളർന്നു വലുതായി ആകാശത്തോളം ഉയർന്നു. അവിടെ സത്യലോകത്തെത്തിയ ഭഗവാന്റെ പാദത്തെ ബ്രഹ്മാവ് കഴുകി സ്തുതിച്ചു. വൃക്ഷരാജാവായ ജാമ്പവാൻ പെരുമ്പറ കൊട്ടിക്കൊണ്ട് ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു. ബലി നോക്കി നിൽക്കെ ഭഗവാൻ ഇങ്ങനെ വളർന്നു വളർന്നു വലുതായി. 2 അടി കൊണ്ട് 14 ലോകങ്ങൾ വളർന്നെടുത്തു. ബലിയെ ഗരുഡൻ വരുണപാശം കൊണ്ട് ബന്ധിച്ചു. ഭഗവാൻ ബലിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, എല്ലാം എനിക്ക് തരാമെന്ന് പറഞ്ഞു. 2 അടി കൊണ്ട് ഞാൻ എല്ലാം അളന്നെടുത്തു. ഇനി 3ാമത്തെ അടി ഞാൻ എവിടെ വെക്കും എന്ന് ചോദിക്കുമ്പോ ബലി പറഞ്ഞു, പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം, എന്റെ ശിരസിൽ വെക്കണം. കാരണം എന്താ? എനിക്ക് ഇനി ആകെയുള്ളത് ഈ ശരീരം മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിൽ ഉത്തമാംഗം എന്ന് പറയുന്നത് ശിരസിനെയാണ്. അത് ഉത്തമാംഗം ആവുന്നത് എപ്പോഴാണ്? യക്ഷിരേകതാപി, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ എപ്പോഴെങ്കിലും ആ ശിരസ് ചേർത്ത് വെക്കുമ്പോഴാണ്. അപ്പൊ അത് അങ്ങയുടെ പാദത്തിൽ ചേർത്ത് വെക്കാനുള്ള കഴിവ് എനിക്കില്ല. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ പാദത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ ഈ ചെറിയ തല ചേർത്ത് വെക്കുക? നമ്മള് ബറോഡയിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അല്ലേ? അവിടെ ആ ഉരുക്കു മനുഷ്യന്റെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചു. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ആ പ്രതിമയുടെ വിരലിന്റെ അത്രയേ ഉള്ളൂ നമ്മളൊക്കെ. അപ്പൊ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വാമനമൂർത്തിയുടെ മുമ്പില് ഈ ബലി എത്ര ചെറുതായിരിക്കും? വലിയൊരു ആനയും ഉറുമ്പെന്ന് പറഞ്ഞാൽ പോലും തീരില്ല, അത്ര പോലും ആവില്ല. അപ്പൊ പിന്നെ എന്ത് വേണം? അവിടുത്തെ പാദം എന്റെ ശിരസിൽ വെക്കാൻ പാകത്തിന് അവിടുന്ന് ആക്കി തരണം. ഭക്തന്റെ ആഗ്രഹത്തെ ഭഗവാൻ ചിരിച്ചും കൊണ്ട് അനുഗ്രഹമാക്കി മാറ്റിയെന്നാണ്. ബലിയുടെ അഹങ്കാരത്തിന്റെ ആ തലപ്പൊക്കത്തിന് മുകളിൽ താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാൻ അനുഗ്രഹത്തിന്റെ ആ പാദങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചു. ഇത്രയുണ്ടായി. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഇദ്ദേഹം ഏതൊക്കെ രൂപത്തിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ നോക്കിയിട്ടും ഗുരുനാ ഭർഷിത ശബ്ദോ ജഹോ സത്യം ന സുഹൃത ഛലയിലുക്തോ മയാധർമ്മോ നായം ത്യജതി സത്യവാൻ. ഏതൊക്കെ രീതിയിൽ നോക്കി ഗുരു ശപിച്ചു, എന്നിട്ട് പോലും സത്യത്തിൽ നിന്ന് ഇദ്ദേഹം പിന്മാറുകയില്ല. അജയ്ഷീത് അജയാം മായാം, ആർക്കും ജയിക്കാൻ സാധിക്കാത്ത എന്റെ മായയെ ഈ ബലി ജയിച്ചിരിക്കുന്നു, അല്ലെ? ബലേ ബലി എന്നാണ്, അല്ലെ? ബലിയുടെ പ്രവൃത്തി നല്ല ബലേ എന്ന് പറയാതായി ബലിയോട് പറഞ്ഞു ഭഗവാൻ, ബലേ ബലെ ബലെ. അങ്ങനെയാണ്. അപ്പൊ ഏതായാലും ബലിയെ അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ അവിടെ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, എന്റെ മായയെ ജയിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? മായയെ ജയിക്കാൻ എനിക്കേ സാധിക്കുള്ളൂ, എന്റെ ഭക്തന്മാർക്കേ സാധിക്കുള്ളൂ. അപ്പൊ എനിക്ക് തുല്യമായ ഒരു തലത്തിലേക്ക് ഈ ബലി എത്തിച്ചേർന്നു. അതാണ് പ്രഹ്ലാദൻ പറഞ്ഞ ആ നവധാഭക്തിയിൽ 8ാമത്തെ സ്ഥാനം സഖ്യം എന്നുള്ളത്.
അങ്ങനെ സഖ്യഭാവത്തിലേക്ക് ബലിയെ കൊണ്ടുവന്നു ഭഗവാൻ. ഇനിയോ ആ കൂട്ടുകാരനെല്ലാം കൂട്ടുകാരനെ ഏൽപ്പിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റേ കൂട്ടുകാരന്റെ ചുമതല എന്താ? അയാൾക്കൊന്നുമില്ല, എല്ലാം എനിക്ക് തന്നേക്കാം. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആ കൂട്ടുകാരനെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഇതാണ് ഭഗവാൻ പിന്നീട് കാണിച്ചത്. ഭഗവാൻ പറഞ്ഞു, ദുഷ്പ്രാപം അമരൈരവി, അമരന്മാർക്ക് പോലും പ്രാപിക്കാൻ സാധിക്കാത്ത സുതലത്തിലേക്ക് ഞാനിതാ അങ്ങേ പറഞ്ഞേക്കുകയാണ്. അവിടെ അങ്ങയ്ക്കൊന്നുമില്ല അല്ലേ? അപ്പൊ അങ്ങയുടെ രക്ഷയ്ക്കായിട്ട് എന്ത് വേണം? ഞാൻ തന്നെ ഉണ്ടാവും. രക്ഷിഷ്യേ സർവതോഹം ത്വാം. ഇത് മറന്നിട്ടാണ് നമ്മുടെ ഓണക്കഥ മെനഞ്ഞെടുത്തത്. ഭഗവാൻ പറയാണ്, ഞാൻ രക്ഷിച്ചോളാം, അങ്ങയുടെ ഗോപുരത്തിന്റെ കാവൽക്കാരനായിട്ട് നിന്നോളാന്നാണ്. അല്ലാതെ അവിടുത്തെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളിൽ കഴിയാമെന്നൊന്നുമല്ല. നമുക്ക് ഒരുമിച്ച് കഴിയാമെന്ന് പോലും ഭഗവാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങയുടെ മുമ്പിൽ സദാ ഗോപുരത്തിന്റെ കാവൽക്കാരനായി, അല്ലെ, സെക്യൂരിറ്റി ഏറ്റെടുത്തു ഭഗവാൻ. അങ്ങനെ ആ ബലിയെ ഭഗവാൻ അനുഗ്രഹിച്ചു. ബലിയെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ശുക്രാചാര്യരോട് പറഞ്ഞു, ഇതിൽ എന്തെങ്കിലുമൊക്കെ ദോഷം പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരാള് വന്ന് കാക്കൽ വന്ന് വീണ് നമസ്കരിച്ചു. അതാരാ? നരസിംഹാവതാരത്തിൽ തന്റെ കാക്കൽ വീണ് നമസ്കരിച്ച ആ 5 വയസ്സുകാരൻ ഇപ്പൊ മുതുമുത്തച്ഛനൊക്കെ ആയി. പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം തന്റെ ഉണ്ണിയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, വത്സ പ്രഹ്ലാദ. ഉണ്ണി പ്രഹ്ലാദ എന്നാ വിളിച്ചത്. മറിച്ച് ഇന്ദ്രസേന, വലിയ വിളിച്ചത് എന്താ? ഇന്ദ്രസേന, മഹാരാജാവേ എന്നാണ് വിളിച്ചത്. ഏതായാലും പ്രഹ്ലാദിനെ അനുഗ്രഹിച്ചു. നിത്യം ദ്രഷ്ടാസിമാം തത്ര ഗദാവാണിം അവസ്ഥിതം. ഗദാധാരിയായിട്ട് എന്നെ അവിടെ സ്ഥിരം അങ്ങക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം ചെയ്തോളൂ, ഇതാ പൗത്രന്റെ കൂടെ പൊക്കോളൂ, സുതലത്തിൽ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അവിടുന്ന് ഇതാ പറഞ്ഞേ, ഇനി ഇതിൽ എന്തെങ്കിലും ദോഷം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർത്ത് യജ്ഞം പൂർത്തിയാക്കൂ എന്ന് ശുക്രാചാര്യോട് പറഞ്ഞപ്പോ ശുക്രാചാര്യ പറഞ്ഞു, മന്ത്രതന്ത്രതശ്ചിദ്രം ദേശകാലാർഹ വസ്തുത സർവം കരോതി നിശ്ചിദ്രം നാമസങ്കീർത്തനം തവ. അവിടുത്തെ നാമസങ്കീർത്തനം എവിടെയുണ്ടോ അവിടെ മന്ത്രത്തിലും തന്ത്രത്തിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയാലും അതൊന്നും അതിനെ ബാധിക്കുന്നതല്ല ഭഗവാനെ. അവിടുന്ന് ഇവിടെ എത്തി. ആ ബലിക്ക് തന്റെ തൃക്കാലിൽ വെച്ച് അനുഗ്രഹിച്ചില്ലേ? നിയമം വിരിഞ്ചോ. അവിടെ പ്രഹ്ലാദൻ നരസിംഹാവതാരത്തിൽ പറയുന്നുണ്ട്, ഇപ്പോഴും വീണ്ടും പറഞ്ഞു, നിയമം വിരിഞ്ചോ ലഭതേ പ്രസാദം ന ശ്രീ ന ശർവ്വകിമുതാപരേതേ. ബ്രഹ്മാവിനും മഹാദേവനും ശ്രീ ഭഗവതിക്ക് പോലും ലഭിക്കാത്ത പ്രസാദം അവിടുന്ന് എൻ്റെ ആ നരസിംഹാവതാരത്തിന്റെ സമയത്ത് എനിക്ക് തന്നു. ഇപ്പതാ എൻ്റെ പൗത്രനും കൊടുത്തിരിക്കുന്നു. ഭഗവാനെ അവിടുന്ന് ഭക്തപ്രിയോ യദസി കൽപ്പതരുസ്വഭാവ. അവിടുന്ന് ഭക്തപാരിജാതമല്ലേ ഭഗവാനെ എന്ന് ചോദിക്കുന്നു നിറ കണ്ണുകളോടുകൂടി. ആ ബലിയും പ്രഹ്ലാദനും വാമനമൂർത്തിയുടെ ഉപേന്ദ്രനായിരിക്കുന്ന ഇന്ദ്രന്റെ അമ്മയാണ് അതിഥി. അതുകൊണ്ടാണ് അതിഥി പയോവ്രതം അനുഷ്ഠിച്ചതും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചതും അതിഥിയുടെ പുത്രനായി ഭഗവാൻ അവതരിച്ചതും. അപ്പൊ അതിഥിയുടെ പുത്രനായിരുന്ന എന്തായി? ദേവേന്ദ്രന്റെ സഹോദരനായി മാറി. അങ്ങനെ ആ ഉപേന്ദ്രൻ ദേവേന്ദ്രനോടുകൂടി സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നു. കശ്യപസ്യാദിതേ പ്രീത്യൈ സർവഭൂത ഭവായ ച ലോകാനാം ലോകപാലാനാം അകരോൽ വാമനം പതി. ലോകങ്ങളുടെ മുഴുവൻ പതിയായിട്ട് വാമനനെ അഭിഷേകം ചെയ്തു. ദേവേന്ദ്രന് സ്വർഗലോകം തിരിച്ചു കിട്ടി, ബലിക്ക് സുതലവും കിട്ടി എന്നാണ്. ഇപ്പൊ വേറെ ഒരു കുഴപ്പമില്ല. ഇതാണ് ഭഗവാനെ ആശ്രയിച്ചാലുള്ള ഗുണം എന്ന് കാണിക്കുന്നു. പ്രത്യേകിച്ചും പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാഗം പാടുന്നത് വളരെ വിശേഷമാണ് എന്നൊരു ഫലശ്രുതി കൂടി അവിടെ പറഞ്ഞു. ഇങ്ങനെയാണ് വാമനമൂർത്തിയുടെ അവതാരരംഗം സമർപ്പിച്ചത്. അപ്പൊ ഇനി വാമനനുമായി ബന്ധപ്പെട്ട് ഓണക്കാലത്തൊക്കെ ഇത്തരത്തിൽ പല രീതിയിൽ ആളുകൾ പലതും പറയും. അപ്പൊ നമ്മൾ പറയണം, നിങ്ങൾ ഒന്നുകിൽ ഭാഗവതം കാണും, അതല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ ചുരുക്കമായിട്ടുള്ള ആ നാരായണീയമെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും.
അല്ലാതെ കാര്യം അറിയാതെ, പറയാറില്ലേ കഥയറിയാതെ ആട്ടമാടരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മളതൊക്കെ അറിയണം. ഇനിയെങ്കിലും നമ്മൾ മഹാബലിയെ കോമാളിയാക്കരുത്, വാമനെ ചതിയനുമായി ചിത്രീകരിക്കരുത്. ആ ഒരു ഉറപ്പാണ് നമുക്ക് സപ്താഹരംഗങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടത്. അങ്ങനെ ഭഗവാൻ വളരെ ചെറിയ ഒരു ഉണ്ണിയായി അവതരിച്ച് വളർന്നു വലുതായ കഥ പറഞ്ഞപ്പോൾ ഇതേപോലെ മറ്റൊരു അവതാരത്തെ കുറിച്ച് ഓർമ്മ വന്നു പരീക്ഷിക്കണം. വളരെ ചെറിയൊരു മത്സ്യമായി അതിനുശേഷം വളർന്നു വലുതായ ആ കഥ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ രംഗം അവതരിപ്പിക്കണം. നമുക്ക് പട്ടേരിപ്പാടിന്റെ നാരായണീയത്തിന്റെ പരിഭാഷയായിട്ടൊരു കീർത്തന രൂപത്തിൽ ആ ഭാഗം ചൊല്ലി സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, നാരായണ 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 വായുപുരേശ, നാരായണ 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 വായുപുരേശ. മണ്ഡന്തരാവസാനത്തിൽ പ്രളയമുണ്ടായ നേരം ഉറങ്ങിയ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും നാലുവേദങ്ങളും ഭയവീവൻ അപഹരിച്ചല്ലോ, അവിടുന്നു മത്സ്യമാക വീക്ഷിച്ചുവല്ലോ. നാരായണ 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 ഗുരുവാദേശ. ദ്രാവിഡ രാജനാം സത്യവ്രത നദീജലത്തിങ്കൽ സന്ധ്യാതർപ്പണം ചെയ്യുന്ന അവസരത്തിൽ കൈക്കൂടന്ന കണ്ണിൽ വീണോ തിളങ്ങുന്ന മത്സ്യമായി സർവവ്യാപിയാകും ദേവൻ അവതരിച്ചു. നാരായണ 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 ഗുരുവാദേശ. കയ്യിലുള്ള മത്സ്യത്തിനെ ജലപാത്രത്തിങ്കലാക്കി ആശ്രമത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയല്ലോ. സർവശക്തനായ ദേവൻ കൂടത്തിലും പിന്നെ കിണർ അനന്തരം സരസിലും നിറഞ്ഞു നിന്നു. നാരായണ 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 ഗുരുവാദേശ. യോഗശക്തി കൊണ്ടു മുനി മീനിനെ കടലിലാക്കി പ്രളയദർശനത്തിനായി അപേക്ഷിച്ചപ്പോ എഴുതിനം കാത്തിരിക്കൂ എന്നു ചൊല്ലി മത്സ്യരൂപം എങ്ങോട്ടെന്നില്ലാതെ മെല്ലെ മറഞ്ഞു പോയി. നാരായണ 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 ഗുരുവാദേശ. ഭഗവാൻ ചൊല്ലിയ ദിനം അണഞ്ഞൊരാ സമയത്തും ഭൂമിയെല്ലാം വെള്ളത്തിന്റെ അടിയിലായി. കര കാണാത്ത ജലത്തിൽ സപ്തർഷികൾക്കൊപ്പം പോയി സത്യവ്രതന്ന വീടുത്തെ ശരണം തേടി. നാരായണ 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 ഗുരുവാദേശ. ഭൂമിയൊരു വഞ്ചിയായി അവരെല്ലാം മരിച്ച് ഭഗവാനെ അവിടുത്തെ കൽപ്പന പോലെ ഭയപ്പെട്ടു എല്ലാവരും വഞ്ചിയുടെ ഇടക്കത്ത് ഭഗവാൻ മത്സ്യമായി രക്ഷപ്പെട്ടു. നാരായണ 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 ഗുരുവാദേശ. സത്യരൂപിയാകുന്നവ മത്സ്യരൂപം മധ്യദൂരം സമുദ്രത്തിൽ തിളങ്ങുന്നതു കണ്ട് സത്യവ്രത സപ്തർഷികൾ ആനന്ദ സുഖൊഴിച്ചൻ മത്സ്യക്കുള്ളിൽ ലോകരെയും ബന്ധിച്ചുവല്ലോ. നാരായണ 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 ഗുരുവാദേശ. ഭൂമിയാകും മഞ്ചിയെയും ഭരിച്ചല്ലോ ദേവദേവൻ ഭൂമിപാലൻ സത്യവ്രത ചൊല്ലി തുടങ്ങി. വിശ്രമകെ രാജാവിനു കാണിച്ചു കൊടുത്തു ദേവൻ വിഖ്യാതമാനത്തെ ഉപദേശിച്ചു. നാരായണ 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 ഗുരുവാദേശ. പ്രളയവാദനത്തിലെത്തി മുനിമാൻ വയസ്സുടമനുവാക്കി രാജാവിനെയും വേദങ്ങളെ കട്ടെടുത്ത വേദമൂർത്തിയാകും ദേവൻ പാഞ്ഞെടുത്തല്ലോ. നാരായണ
വേദങ്ങളെ വേദെടുത്തു ദേവദേവേശൻ സതുഷ്ടനാം ബ്രഹ്മാവിനു വേദങ്ങളെ സമർപ്പിച്ച സത്വഗുണരൂപായനെ രക്ഷിക്കണമേ. നാരായണ 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 ഗുരുവാദേശ നാരായണ 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 ഗുരുവാദേശ രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ രാധാരമണ 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 മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം വാമനമൂർത്തേ പാവനകീർത്തേ ശരണം മേ തവ ചരണയുഗം കക്ഷപരൂപ ശബരീരൂപ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.